ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച ധ്യാനം കൂടുന്ന ലിജു ചാക്കോ കുമളിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വലിയൊരു അത്ഭുതം നമ്മളുമായി ഇന്ന് പങ്കുവെക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ ഒരു 5 വർഷത്തോളമായിട്ട് എവിടെയെങ്കിലും വായുസഞ്ചാരം കുറഞ്ഞ മുറിയിലിരുന്ന് കഴിഞ്ഞാൽ അതിൽ കിടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രഷർ കുറഞ്ഞു പോവുകയും അവസാനം ശ്വാസതടസ്സം വരികയും ചെയ്തു. അത് 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് വരെ ദീർഘിപ്പിച്ചു. അവസാനം 3 സെക്കൻഡ് കഴിയുമ്പോൾ 3 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഞെട്ടി എഴുന്നേറ്റ് ശ്വാസം കണ്ണും മിഴിച്ച് വായ് പൊളിഞ്ഞ് വരും. വായ് പൊളിച്ച് വന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു തരത്തിൽ ശ്വാസം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഭയങ്കര അസ്വസ്ഥതയാണ്. എപ്പോഴും മരിച്ചു ഇനി 1 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്ന് ഉള്ള രീതിയിലോട്ട് വരും. അപ്പം ഭയങ്കര വിഷമമാണ്. അതായത് മരിച്ചു പോകുന്നവരെ പേടിച്ച് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ധ്യാനം കൂടാനായിട്ട് ഡിവൈനിൽ വരാൻ തീരുമാനിച്ചത്. ഈ ധ്യാനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യമാക്കുവാണെങ്കിൽ പിന്നെ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്കൊന്നും പൈസ ലക്ഷക്കണക്കിന് രൂപ ഉള്ളതല്ലേ. അപ്പോൾ അത് ഇവിടെ കർത്താവ് സുഖപ്പെടുത്തുവാണെങ്കിൽ സുഖപ്പെടുത്തട്ടെന്ന് ഓർത്തുകൊണ്ട് ഇവിടെ വന്നത്. ഇവിടെ വന്ന് വചനമൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പാപങ്ങളാണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ ഈ പാപം ഉപേക്ഷിക്കാനും കുമ്പസാരിക്കാനും അതുപോലെ തന്നെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും ഒത്തിരി പേരോട് ക്ഷമിക്കാത്ത മേഖലകളുണ്ടായിരുന്നു. സ്വന്തം സഹോദരങ്ങളോട് പോലും ക്ഷമിക്കാൻ മേലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ഷമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചു ആരാധനയിൽ, ജെയിംസ് കുട്ടി ബ്രദറിൻ്റെ ആരാധനയിൽ. അപ്പോൾ എനിക്ക് സൗഖ്യമായി എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതൊന്ന് എനിക്കൊരു അനുഭവമായിട്ട് പറയാമെന്ന് ഓർത്തുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ധ്യാനത്തിലാണ് കൂടിയത്. അപ്പോൾ അനുഭവമായി കഴിഞ്ഞ് പറയാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്നു. അപ്പോൾ ഈ ആഴ്ച ധ്യാനത്തിൽ വന്നപ്പം അത് എനിക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ള ഒരു അവസരം കിട്ടുകയും അങ്ങനെ ഞാനത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അസുഖം വന്നപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നോ അല്ലെങ്കിൽ ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ പറഞ്ഞത്? ഡോക്ടർമാർ പറഞ്ഞത് മരുന്ന് കഴിച്ചിട്ട് വിദഗ്ധ ചികിത്സ വേണ്ടി വരും, അത് ഹാർട്ടും എല്ലാം പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഹാർട്ട് സീരിയസ് ആണെന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞു. അതെ, ഹാർട്ടിനും ഒക്കെ പ്രശ്നം കാണും. അപ്പം അതൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് 10 ലക്ഷം രൂപയോളമൊക്കെ ഹാർട്ടിൻ്റെ ഒക്കെ വിദഗ്ധ ചികിത്സയ്ക്ക് ചിലവാകുന്നുണ്ട്. ഞാൻ അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഡിവൈനിൽ വന്ന് ധ്യാനം കൂടിയാൽ രോഗസൗഖ്യം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നോ? ധ്യാന സൗഖ്യം കിട്ടിയാൽ ഉറപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിവൈന് വന്ന് ധ്യാനം കൂടുമ്പോൾ വചനം എന്നെ സ്പർശിച്ചത്. വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പാപം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം കർത്താവ് തരും. അപ്പം ഡിവൈനിൽ നിന്ന് തന്നെയാണ് ഡിവൈന് വന്നപ്പം തന്നെയാണ് അതിന് പ്രചോദനം കിട്ടിയത്, ഈ വചനം കേൾക്കാനും അങ്ങനെ ഈ രോഗസൗഖ്യത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയത്. അപ്പം ഞാൻ അതിനുവേണ്ടി സഹകരിച്ചു. അപ്പം ഡിവൈനിൽ വല്ല ആരാധനയിൽ ജെയിംസ് കുട്ടി ബ്രദറിൻ്റെ ആരാധനയിൽ എനിക്ക് വിശ്വാസം കൂടുകയും അപ്പോൾ എന്നെ കർത്താവ് സാക്ഷ്യം സുഖമാക്കുമെന്ന് എനിക്ക് 100% വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പം കർത്താവ് എൻ്റെ പാപമൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ ക്ഷമിക്കാനുള്ള മേഖലകളിൽ ക്ഷമിച്ചു കഴിഞ്ഞപ്പം കർത്താവ് എന്നെ സുഖപ്പെടുത്തി. അതിന് എനിക്ക് 100% ഉറപ്പുണ്ട്. അത് ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു അല്ലേ? അതെ, 2 ആഴ്ച മുമ്പുള്ള ചൊവ്വാഴ്ച വരെ സുഖപ്പെടുത്തി കർത്താവ് എന്നോട് കാരുണ്യം കാണിച്ചു. യേശുവേ നന്ദി. എപ്പോഴും വരുമായിരുന്നോ ഈ ശ്വാസതടസ്സം? എപ്പോഴും വരുമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറഞ്ഞു പോകും ചില സമയത്ത്. ആ സമയത്താണ് ഈ ശ്വാസതടസ്സം വരുന്നത്. അപ്പം പനിയുണ്ടെങ്കിലും കൂടെ വരും. അല്ലെങ്കിൽ ഈ അല്പം വായുസഞ്ചാരം ഇല്ലാത്ത മുറിയിലിരുന്നാലും വരുമായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു ചികിത്സയിലേക്ക് പോകേണ്ടിയിരുന്നത് ഒരു ജീവിതമായിരുന്നു ലിജുവിൻ്റെ, അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. ഇത്ര ചികിത്സ പണം എടുക്കാൻ എൻ്റെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി ഡിവൈനിൽ വന്ന് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്നുള്ള ഉറപ്പാണ് ലിജുവിന് വീണ്ടും അദ്ദേഹത്തെ ഈ ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. ഒപ്പം ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന ജെയിംസ് കുട്ടി ബ്രദറിൻ്റെ ആരാധനയിലാണ് ഈ ഒരു സൗഖ്യം ലഭിച്ചത്. നമുക്കറിയാം, ചൊവ്വാഴ്ച ദിവസം ഡിവൈനിൽ അത് ഉപവാസത്തിൻ്റെ ദിനമാണ്, കുംഭസാരത്തിൻ്റെ ദിനമാണ്, കൗൺസിലിങ്ങിൻ്റെ ദിനമാണ്. തീർച്ചയായിട്ടും പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നിന്ന് അന്ന് വൈകുന്നേരം നടന്ന ഒരു ആരാധനയിലാണ് വലിയൊരു അത്ഭുത സൗഖ്യം ഈ ഒരു ലിജു ചാക്കോ എന്ന് പറയുന്ന ഈ ഒരു സഹോദരന് ഈശോ ഈ ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഈശോ തൊട്ടത്. മരണാർഹമായ ഒരു വിപത്തിൽ നിന്നാണ് കർത്താവ് എന്നെ രക്ഷിച്ചത്. തീർച്ചയായിട്ടും രാത്രിയൊക്കെ നമുക്കറിയാം, ഉറക്കത്തിൻ്റെ ഇടയിലേക്ക് ഇത്ര സെക്കൻഡ് ശ്വാസം നിന്നുപോയാൽ പിന്നീട് എന്താ സംഭവിക്കുമെന്ന് അറിയാം. എന്തായാലും അതിന് നന്ദി പറയാനാണ് ഈ ആഴ്ച അദ്ദേഹം ഇപ്പോൾ ധ്യാനം കൂടുന്നത്. താങ്ക് യു ബ്രദറെ. യേശുവേ നന്ദി. യേശുവേ.
അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ദൈവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ.